ഹലോ എവരിവൺ, ഫിസിക്സ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പം വേഗം തന്നെ നമുക്ക് അതിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് അതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന കണ്ടന്റ്സ് എന്നൊക്കെ ഇതൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു വെക്ടേഴ്സ്. ഓക്കെ, സെക്കൻഡ് വൺ ഡയറക്ഷണൽ കോസൈൻസ് ആൻഡ് തേർഡ് വൺ പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു വെക്ടേഴ്സ്? ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു വെക്ടേഴ്സ് അല്ലേ. ഓക്കെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടു വെക്ടേഴ്സിന് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇഫ് ടു വെക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇഫ് ടു വെക്ടേഴ്സ് ആണ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഓക്കെ, അപ്പോൾ രണ്ട് വെക്ടേഴ്സ് എന്ത് ചെയ്യാം, എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഓക്കെ, അങ്ങനെ കണ്ടത് നമുക്ക് എന്ത് കിട്ടുക, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആ വെക്ടേഴ്സിന് എന്ത് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് കാണുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ. ഓക്കെ, അപ്പം എ മൈനസ് ബി, വെക്ടർ എ മൈനസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം, ഇത് വെക്ടർ എ മൈനസ് വെക്ടർ ബി. ഓക്കെ, അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos θ. ഓക്കെ, മൈനസ് 2ab cos θ. ഓക്കെ, അപ്പം പ്ലസ് ആകുമ്പോൾ ഇവിടെ ഈ 2abന്റെ അവിടെ പ്ലസ്, അതുപോലെ തന്നെ മൈനസ് ആകുമ്പോൾ മൈനസ് 2ab ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്ര കാര്യമാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത് ഓക്കെ ഡയറക്ഷണൽ കൊസൈൻസ്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷണൽ കൊസൈൻസ് എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. ഓക്കെ, ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് ആദ്യം വായിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ദ കൊസൈൻ വാല്യൂസ് ഓഫ് ദ ആംഗിൾസ്. ഇറ്റ് ഈസ് ദ കൊസൈൻ വാല്യൂസ് ഓഫ് ദ ആംഗിൾസ് that a line or a vector make with the xy z axis. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ എക്സ് വൈ സെഡ് ആക്സിസ് ഉണ്ടാവുമല്ലോ. ഈ എക്സ് വൈ സെഡ് ആക്സിസിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞ 3 ആംഗിൾസ് ഉണ്ട്. ആ ആംഗിൾസ് ഉണ്ടാക്കുന്ന കൊസൈൻ ആംഗിൾ ആണ്, കോസിന്റെ ആംഗിൾ ആണ് എന്ത് ചെയ്യുക, ഈ കൊസൈൻ ഡയറക്ഷണൽ കൊസൈൻസ് എന്ന് പറയാം. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ഓക്കെ, ഇത് 0. ഓക്കെ, ഇവിടെ ഒരു വെക്ടർ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇവിടെ നേരെ ഒരു വെക്ടർ വരച്ചിട്ടുണ്ട്. ഓക്കെ, വെക്ടർ എ എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈൻ വരയ്ക്കാം, ലൈനോ അല്ലെങ്കിൽ വെക്ടറോ എന്താണെങ്കിലും വേണ്ടിയില്ല. നമ്മൾ എന്ത് ചെയ്യാം, ആ ലൈനും ഓരോ ആക്സിസും, അതായത് ഇപ്പം വെക്ടർ എ എന്നുള്ള വെക്ടറും എക്സ് ആക്സിസും ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമ്മൾ എന്ത് പറയാം, ആൽഫ എന്ന് പറയാം. എന്താണ്, ആൽഫ. ഓക്കെ, അതുപോലെ തന്നെ വെക്ടർ എയും അല്ലെങ്കിൽ ലൈൻ എയും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത് ചെയ്യുക, ബീറ്റ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെഡ് ആക്സിസും അതുപോലെ തന്നെ വെക്ടർ എയും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. ഓക്കെ, അതിനാണ് എന്ത് ചെയ്യുക, ഗാമ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം എക്സ് ആക്സിസ് എന്ത് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്, അതായത് എക്സ് ആക്സിസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത് ചെയ്യുക, എക്സ് ആക്സിസും ആ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത് ചെയ്യുക, എക്സ് ആക്സിസ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം എന്താ പറഞ്ഞത്, എക്സ് ആക്സിസ് ആൻഡ് വെക്ടർ അല്ലെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ പറഞ്ഞത് ആ എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ആൽഫ എന്ന് പറയാം അല്ലെ. അതേമാതിരി വൈ ആക്സിസും അതുപോലെ തന്നെ ആൻഡ് ആ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ബീറ്റ. അതുപോലെ തന്നെ സെഡ് ആക്സിസും അതുപോലെ തന്നെ ആൻഡ് വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഗാമ. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വെക്ടർ ആണ്, വെക്ടർ എ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എ എക്സ് ഐ ക്യാപ് പ്ലസ് ബി എക്സ് ജെ ക്യാപ് പ്ലസ് ഓക്കെ
നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സെയിം വെക്ടർ എടുക്കാം. ഓക്കെ, വെക്ടർ എ ഇസ് ഈക്വൽ ടു എച്ച് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് പ്ലസ് എ സെറ്റ് കെ ക്യാപ്, ഇങ്ങനെയാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണുക? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു വെക്ടർ കിട്ടിയ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്ന് പറയുമ്പോൾ നമ്മൾ റൂട്ട് ഓഫ് എടുക്കുക, റൂട്ട് എടുക്കുക അല്ലെ. ഇപ്പൊ റൂട്ട് ഓഫ് എ എക്സിന്റെ സ്ക്വയർ പ്ലസ് എ വൈന്റെ സ്ക്വയർ പ്ലസ് എ സെഡിന്റെ സ്ക്വയർ. ക്ലിയർ ആണോ? എക്സിന്റെ സ്ക്വയർ എ വൈന്റെ സ്ക്വയർ എ സെഡിന്റെ സ്ക്വയർ ഇട്ട് എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഡയറക്ഷണൽ കൊസൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കോസിന്റെ ടേംസിലെ ആൽഫ ബീറ്റ ഗാമയെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് ആൽഫ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുക? ഓക്കെ, നമ്മള് വെക്ടർ എ കിട്ടിയല്ലോ. എക്ക് എന്ത്? എ എച്ച് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെറ്റ് കെ. ഓക്കെ, അപ്പം കോസ് ആൽഫ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? വെക്ടർ ഐയുടെ കമ്പോണന്റ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള എ എച്ച് ഡിവൈഡർ ബൈ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ്. വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് ക്ലിയർ ആണല്ലോ? അതാണ് കോസ് ആൽഫ. എന്ത് ചെയ്യുക? കോസ് ബീറ്റ കോസ് ബീറ്റ എന്ന് പറയുന്നത് എ വൈ ബൈ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് എഴുതാം. കോസ് ഗാമ എന്ന് പറയുന്നത് എ സെഡ് ബൈ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ പറഞ്ഞത്? ഇവിടെ കോസ് ആൽഫ ഉണ്ട്, കോസ് ബീറ്റ, കോസ് ഗാമ കണ്ടു. ഈ ടോട്ടൽ കാര്യമില്ലേ? ഈ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, ഇവയെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക? ഡയറക്ഷണൽ കൊസൈൻസ്. എന്താണ് ഡയറക്ഷണൽ കൊസൈൻസ്? ഓക്കെ, നമ്മൾ അതൊന്ന് എടുത്തേക്കാം. അതായത് എന്താ പറഞ്ഞത്? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഓക്കെ, ഇവയെ പറയുന്ന എന്ത് ചെയ്യുക? ഡയറക്ഷണൽ കൊസൈൻസ്. അതാണ് ഡയറക്ഷണൽ കൊസൈൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു റിലേഷൻ എഴുതാൻ പോവാണേ. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇങ്ങനെയാണ് വരുന്നത്. ആ റിലേഷൻ എങ്ങനെയാണ്? കോസ് സ്ക്വയർ, നമ്മൾ ഈ കിട്ടിയ വാല്യൂസിന്റെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാം. അത് ചെയ്യുന്നത് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1 എന്നാണ്. ക്ലിയർ ആണോ? ഇതാണ് ഫസ്റ്റ് റിലേഷൻ. ഒക്കെ അപ്പൊ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ വേറെ റിലേഷൻ ഉണ്ട്, ശ്രദ്ധിക്കണം. സൈനിന്റെ ടേംസിലാണ്. സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ സൈൻ സ്ക്വയർ ഗാമ ഈക്വൽ ടു 2 എന്നാണ്. ഓക്കെ, അപ്പൊ രണ്ട് റിലേഷൻസ് ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമാണ് ഡയറക്ഷണൽ കൊസൈൻസ് അല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പൊ കോസിന്റെ ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകാം. അപ്പം കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. ഓക്കെ, അപ്പം അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഓക്കെ, ഇപ്പോ എ എന്നുള്ളൊരു വെക്ടർ കൺസിഡർ. അതെന്ന് പറഞ്ഞത് 1i പ്ലസ് 2j പ്ലസ് 3k എന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് കാണാം അല്ലെ. ഓക്കെ, ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് നോക്കിയേ. വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക? 1 പ്ലസ് 4 പ്ലസ് 9 അല്ലേ. റൂട്ട് 9 പ്ലസ് 4 എന്ന് പറയും. 9 പ്ലസ് 1 10 അല്ലേ. റൂട്ട് 14 കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എ വെക്ടറിന്റെ അതുപോലെ തന്നെ
നമ്മൾ നേരത്തെ ഇവിടെ കണ്ടില്ലേ, ഇതാ കോസ് ആൽഫ കണ്ടില്ലേ, അതേമാതിരി നമുക്ക് ആംഗിൾ കണ്ടോ കേട്ടോ. കോസ് ആൽഫ എന്ന് പറയുന്നത് നമുക്ക് AX നേരത്തെ ഐന്റെ കമ്പോണന്റ്, അപ്പൊ ഇവിടെ ഐന്റെ കമ്പോണന്റ് 1 ആണ്. 1/√14. ഓക്കെ. പിന്നെ കോസ് ബീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ ജെന്റെ മാഗ്നിറ്റ്യൂഡ് അതാകുമ്പോൾ 2/√14. ഓക്കെ. ഇനി എന്താ കോസ് ഗാമ എന്ന് പറയുന്നത് 3/√14. ഓക്കെ. അപ്പൊ 3 കിട്ടി. 1 cos alpha 1/√14, cos beta 2/√14, cos gamma 3/√14. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കോസ് ആൽഫയും കിട്ടി, കോസ് ബീറ്റാസ് കിട്ടി, കോസ് ഗാമ കിട്ടി. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇതിനെ സ്കോർ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ എന്താ കിട്ടുക, അപ്പൊ കോസ് സ്ക്വയർ ആൽഫ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന് സ്കോർ ചെയ്യാം 1/14 സ്ക്വയർ. അപ്പൊ 1/14 സ്ക്വയറിന് ഇവിടെ 1 സ്ക്വയറിന്റെ 1 തന്നെ, 14 സ്ക്വയറിന് 1/14 പ്ലസ് അതുപോലെ എന്താ ഇനി എന്താ അടുത്തെന്ന് പറഞ്ഞത് കോസ് സ്ക്വയർ ബീറ്റ. അപ്പൊ 2ന്റെ സ്ക്വയർ അല്ലെ, 2 സ്ക്വയർ 4, √14 സ്ക്വയർ ചെയ്യുമ്പോൾ 14 പ്ലസ് 3ന്റെ സ്ക്വയർ 9. ഓക്കെ. 9/√14 എന്ന് പറയുമ്പോൾ 14. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, 1 + 4 + 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 14 അല്ലേ. 14/14 നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ക്ലിയർ ആണല്ലോ. ഓക്കെ. എന്ത് ചെയ്യാം, നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ പറഞ്ഞത്. അപ്പൊ ഇതിലൂടെ നമ്മൾ എന്താ തെളിയിച്ചത്, എന്താ അവിടെ ഈ റിലേഷൻ അല്ലേ, ഈ റിലേഷൻ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് ഒന്നുകൂടി ഇവിടെ വരയ്ക്കാം. ഓക്കെ. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ എന്ന് പറയുന്നത് = 1 ആണ് നമ്മൾ തെളിയിച്ചു. ക്ലിയർ ആണല്ലോ. ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക, സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ കണ്ടെങ്കിൽ 2 നമുക്ക് കിട്ടും. ഓക്കെ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി ഇപ്പോൾ ഡയറക്ഷണൽ കൊസൈൻസിൽ. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ. അപ്പോൾ അടുത്ത പറയാനുള്ളത് പ്രൊജക്റ്റൈൽ മോഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ പ്രൊജക്റ്റൈൽ മോഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. സപ്പോസ് ഞാനൊരു കല്ലെടുത്തിട്ട് എറിയാന്ന് വെച്ചു. ഓക്കെ. എറിയുന്ന സമയത്ത് അതിന്റെ പാർട്ട് എങ്ങനെയായിരിക്കും, അപ്പോൾ ഒരു പോയിന്റിൽ ഒരു B എന്നുള്ള പോയിന്റിലേക്കാണ് എറിഞ്ഞു വെച്ചോ. അങ്ങനെ പോവാ, ഇങ്ങനെ എറിഞ്ഞാൽ നേരെ പൊന്തിയിട്ട് ആ ഭാഗത്തേക്ക് പോവുക. ഓക്കെ. അപ്പൊ അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ പൊന്തിയിട്ട് താഴെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, ആ ഷേപ്പിനെ പറയുന്ന പേരാണ് പരാബോള എന്ന് പറയുന്നത്. എന്താണ് പരാബോള. ഓക്കെ. ഇപ്പൊ സപ്പോസ് ഒരു കുട്ടി ഇവിടെ ഒരു എടുത്തിട്ട് സെവറൽ ത്രോൺസ് എറിയുന്നുണ്ട് അല്ലെ, കല്ല് എറിയ അല്ലെങ്കിൽ ബോൾ എറിയാണ്. ആ ബോൾ എറിയുന്ന സമയത്തിന്റെ അതിന്റെ പാത്ത് കണ്ടോ, ഇങ്ങനെ പോയിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് എറിയുമ്പോൾ ഇങ്ങനെ പോയിട്ട്, പിന്നെ സെക്കൻഡ് എറിയുമ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ പോയിട്ടുണ്ട്, പിന്നെ തേർഡ് എറിയുമ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ കുട്ടി എങ്ങനെ എറിയുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ദൂരം പോയിട്ടുണ്ടാവുക, ഏത് ആംഗിളിൽ എറിയുമ്പോഴാണ് ആ കുട്ടി പോയിട്ടുണ്ടാവുക നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ അതായത് ഒരു പ്രൊജക്റ്റൈൽ മോഷൻ എന്ത് ചെയ്യാം, നമ്മൾ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ മാക്സിമം ആംഗിൾ, അതായത് നമ്മൾ എന്തൊരു കല്ലെടുത്തു കഴിഞ്ഞാൽ മാക്സിമം ദൂരത്തേക്ക് എറിയണമെങ്കിൽ ഏത് ആംഗിൾ എറിഞ്ഞാലാണ് മാക്സിമം ദൂരത്തേക്ക് എത്താൻ നമ്മൾ കാണും. ഓക്കെ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ തീറ്റേന്റെ വില, അത് ആംഗിൾ 45 ഡിഗ്രി ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം, ഒരു വസ്തു എന്ത് ചെയ്യാം, മാക്സിമം ദൂരം എന്ത് ചെയ്യാം പോവാ അല്ലേ. എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 45 ഡിഗ്രി എറിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാം, അത് മാക്സിമം ദൂരം എന്ത് ചെയ്യാം കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇനി പ്രൊജക്റ്റൈൽ മോഷൻ എന്താണെന്ന് കൂടി പറയാം. നമ്മളൊന്നൊരു ഇവിടെ ഡെഫിനിഷൻ ഒന്ന് വായിക്കുകയാണ്. ഓക്കെ. എ പ്രൊജക്റ്റൈൽ ഈസ് എ ടൈനി ഒബ്ജക്റ്റ്. പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടൈനി ആയിട്ടുള്ള ഒബ്ജക്റ്റ്. അപ്പൊ എന്തുവാ, ഒരു കല്ലാകാം അല്ലെങ്കിൽ ബോളാകാം. ത്രോൺ ഇൻ ടു a space upon which the only force acting force is gravity അല്ലേ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ജാവലിൻ ത്രോ ഒക്കെ എറിയല്ലേ, ജാവലിൻ ത്രോ ഒക്കെ എങ്ങനെയാ അറിയാം, മാക്സിമം ദൂരം പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ജാവലിൻ എറിയത് 45 ഡിഗ്രിയിലാണ്. ക്ലിയറാണോ. അങ്ങനെ എറിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുക, ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാവിറ്റി കുറവാകും അല്ലേ. ആ വസ്തുവിന് വലിയ നമുക്കറിയാം എല്ലാ വസ്തുവിനും വലിയ ഗ്രാവിറ്റി ആയിട്ടുണ്ട് അല്ലെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഗ്രാവിറ്റി ആയിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ 45 ഡിഗ്രി എറിഞ്ഞാൽ മാത്രമേ ഗ്രാവിറ്റി എന്ത് ചെയ്യുക മാക്സിമം കുറയ്ക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, ആ എറിയുന്ന ഇപ്പൊ നമ്മൾ ജാവലിനാണ്, ജാവലിൻ ലോങ് ദൂരത്തേക്ക് പോകുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇതിലെ പ്രൊജക്റ്റൈൽ മോഷനിൽ പറയാനുള്ളത്. ഓക്കെ. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദ പാത്ത് ഓഫ് പ്രൊജക്റ്റൈൽ എന്ന് പറയുന്ന പേരാണ് പരാബോള. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാർട്ട് ഓഫ് പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിന്റെ പാത്ത് എന്ന് പറഞ്ഞാൽ പരാബോള ആണ്. ഓക്കെ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ത്രോയിങ് എ ബോൾ, ഒരു ബോൾ എറിയുന്നത് നേരത്തെ പറഞ്ഞത്.
ഓക്കെ, അതേപോലെ തന്നെ വാട്ടർ ഫ്രം എ മൗണ്ടൻ. ഓക്കെ, അപ്പൊ ഒരു വെള്ളച്ചാട്ടം എങ്ങനെ ഉണ്ടാവുക? വെള്ളച്ചാട്ടത്തിന്റെ ഷേപ്പ് മുകളിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, വെള്ളം ഇങ്ങനെയല്ല ചാടുക. ഓക്കെ, അതിന്റെ ഷേപ്പ് നമ്മൾ പരാബോളാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫിൽ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ കാണുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യാം, അധിക കേസ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പാത്ത് ഉള്ള ഷേപ്പുള്ള കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ ഇതിൽ പ്രൊജക്റ്റൈൽ മോഷനിൽ നിങ്ങൾ ഇതാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പക്ഷെ ഇത് മാത്രം പോരാ, ഈ പ്രൊജക്റ്റൈൽ മോഷനിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളോട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അത് നോക്കാം. ഓക്കെ, മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ, ഒരു പ്രൊജക്റ്റൈലിന്റെ മാക്സിമം ഹൈറ്റ് കാണാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ. ഓക്കെ, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റൈൽ. ഓക്കെ, ഒരു പ്രൊജക്റ്റൈലിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച് കാണണം, ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിക്കണം, അതുപോലെ തന്നെ മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഡിസ്കസ് ചെയ്യണം. എന്നാൽ മാത്രം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അതിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇത് ഡെറിവേഷൻ ആണ്, അപ്പൊ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകാം. അപ്പം ആദ്യം നമ്മൾ പോകുന്നത് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ ആണ്. ഓക്കെ, മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ. ഓക്കെ, അതെങ്ങനെ നമ്മൾ കാണുന്നത് കേട്ടോ, അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊജക്റ്റൈൽ മോഷന്റെ ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, സപ്പോസ് ഒരു പ്രൊജക്റ്റൈൽ മോഷന്റെ ഡയഗ്രാം വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റ് എറിയാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതിന്റെ പാത്ത് എങ്ങനെയായിരിക്കും, പ്രൊജക്റ്റിലായിരിക്കും. എന്നാൽ അതിന്റെ ഷേപ്പ് പറയുമ്പോൾ പരാബോള അല്ലേ, അതിന്റെ ആ ഷേപ്പ് പറയുമ്പോൾ പരാബോള ആയിരിക്കും. ഓക്കെ, ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എറിയുമ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഒബ്ജക്റ്റ് എങ്ങനെ പോവുക എറിയുമ്പോൾ, ഒബ്ജക്റ്റ് എറിയുമ്പോൾ നമുക്കറിയാം. ഓക്കെ, ഒബ്ജക്റ്റ് ഇവിടുന്ന് എറിയാണെങ്കിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെയല്ലേ പോവുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് എറിയാണ്. ഒബ്ജക്റ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിനൊരു വെലോസിറ്റി ഉണ്ടാവില്ല. ആ വെലോസിറ്റിയാണ് നമ്മൾ ചെയ്യുക യു എന്ന് പറയാം. എന്താണ് യു? ഓക്കെ, അപ്പം ഈ നമ്മൾ യു എന്നുള്ള ഒരു വെക്ടറാണ് അല്ലെ, ഒരു വെക്ടറാണ് വെച്ചു. ഓക്കെ, ആ വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വെക്ടറിന് നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് തരംതിരിക്കാം. ഒന്ന് എന്ന് പറയുന്നത് യു സൈൻ തീറ്റയും അടുത്ത് എന്ത് ചെയ്യുക, യു കോസ് തീറ്റയും. എന്തായാലും യു സൈൻ തീറ്റയും യു കോസ് തീറ്റയും, യു സൈൻ തീറ്റയും യു കോസ് തീറ്റയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തരംതിരിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ യു സൈൻ തീറ്റയും യു കോസ് തീറ്റ ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, യു എന്ന് പറഞ്ഞാൽ ശരിക്കും ആ പ്രൊജക്റ്റിന്റെ വെലോസിറ്റി ആണ്. ക്ലിയർ ആണല്ലോ? ആ പ്രൊജക്റ്റിന്റെ വെലോസിറ്റി ആണ് യു. അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്ന കേസ് എന്താ വെച്ചാല്, ഫസ്റ്റ് പറഞ്ഞത് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്റ്റിലെ മാക്സിമം ഹൈറ്റ് കാണാനാണ്. ഓക്കെ, ഇതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ, പിന്നെന്ത് ചെയ്യാം, ഒരു പ്രൊജക്റ്റിന്റെ മാക്സിമം ഹൈറ്റ് ഇതുവരെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഹൈറ്റ് വരെയുള്ള പോയിന്റ് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രൊജക്റ്റൈലിന്റെ ഹൈറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എച്ച് നാട്ടെടുക്കുക, എച്ച്. ഓക്കെ, അപ്പൊ ആ ദൂരമാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്, ഹൈറ്റ്. ഓക്കെ, പിന്നെ ആ ഒരു ഗിവൺ പോയിന്റ് എത്തി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ, ആ ഹൈറ്റ് കുറഞ്ഞു വരില്ലേ. അപ്പൊ മാക്സിമം എത്തുന്ന പോയിന്റുള്ള ദൂരമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്കറിയാം മുകളിലോട്ടുള്ള മോഷൻ അതിൽ ഇങ്ങോട്ട് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് അല്ലെ. റൈറ്റ്, നമ്മൾ താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യാം, വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല. ഓക്കെ, അപ്പൊ വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രം, ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രമാണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വെർട്ടിക്കൽ കമ്പോണന്റ് കൺസിഡർ അങ്ങനെ ആകുമ്പോൾ കൺസിഡർ ദ വെർട്ടിക്കൽ മോഷൻ. അപ്പൊ വെർട്ടിക്കൽ മോഷനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഈ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ കേസിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി അല്ലെ യു, ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം, ഒരു പ്രൊജക്റ്റിൽ മാക്സിമം വെലോസിറ്റി കിട്ടുന്ന ഈ ഒരു പോയിന്റ് ഇല്ലേ, യു സൈൻ തീറ്റ, അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അവിടെ മാക്സിമം ആണ് വെലോസിറ്റി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, യു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. വെലോസിറ്റി 0 ആവുന്ന പോയിന്റ് ആണ് അവിടെ വരില്ലേ. ഓക്കെ, ഇവിടുന്ന് വെലോസിറ്റി പിന്നെ ഇവിടെ ഒരു കോൺസ്റ്റന്റ് വരില്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആവണ പറഞ്ഞാൽ അവിടെ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ യു എന്ന് പറഞ്ഞത് യു സൈൻ തീറ്റ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വി എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുക, 0 ആയിരിക്കും. ഇതാണ് പോയിന്റ് O,
ഇത് പോയിന്റ് നമുക്കിവിടെ പോയിന്റ് ബി എന്ന് എടുക്കാം. അത് വേണ്ട, നമുക്ക് കൺഫ്യൂഷൻ ആവും. പി എന്ന് എടുക്കാം. ഓക്കെ, പി എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യാം ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയാം, ഇവിടെ ഉള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, അത് ഈ പോയിന്റ് 0 എന്ന പോയിന്റ് പി എന്നുള്ള പോയിന്റിലേക്ക് എത്തുമ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ആ ഡിസ്പ്ലേസ്മെന്റിന് എന്ന് പറഞ്ഞാൽ ഇവിടെ എസ് അല്ലേ, ആ എസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഉള്ള താഴത്തുള്ള ഹൈറ്റ് അല്ലേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനിലെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാണ്. നമുക്ക് അറിയുന്ന ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, വി സ്ക്വയർ ഈസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, v square is equal to u square plus 2as. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഒരു എപ്പോഴും ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുക, താഴോട്ടല്ല ആക്ട് ചെയ്യുക. അപ്പൊ താഴോട്ട് എടുക്കുന്ന ഗ്രാവിറ്റി എപ്പോഴും പോസിറ്റീവ് ആണ്, മുകളിലേക്ക് എടുക്കുമ്പോൾ ഗ്രാവിറ്റി എന്ത് ചെയ്യുക, നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, ഇവിടെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യുക, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ബോക്സിൽ ഇടാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടിയ വാല്യൂസ് എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കാം. വി സ്ക്വയർ ഇസ് ഇപ്പൊ വി എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആണ്. ഓക്കെ, യു എന്ന് പറയുന്നതോ യു സൈൻ തീറ്റ അല്ലേ, യു സൈൻ തീറ്റ അതിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എന്റെ വാല്യൂ എന്ത് ചെയ്യാം, മൈനസ് ജി അല്ലേ, മൈനസ് ജി ഇൻറ്റു എസിന്റെ ഭാഗത്ത് എച്ച്. ഓക്കെ, നമുക്കിതിനെ എങ്ങനെ എഴുതാം, യു സ്ക്വയർ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh എഴുതിക്കൂടെ, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ യു സ്ക്വയർ, ഒരു മിനിറ്റ്, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 2gh എഴുതിക്കൂടെ, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 2gh. ഓക്കെ, ഇനി എച്ചിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് എച്ച് ഇസ് ഈക്വൽ ടു, നമുക്കൊന്ന് താഴോട്ട് എഴുതാം, എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. എന്താണ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ കിട്ടിയത്, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ക്ലിയർ, ഹൈറ്റ് കിട്ടി, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഓക്കെ, അപ്പം പ്രൊജക്റ്റിന്റെ ഹൈറ്റ് നമ്മൾ കിട്ടി അല്ലേ. ഓക്കെ, അപ്പൊ പക്ഷെ നമുക്ക് എന്താ കാണുന്നത്, മാക്സിമം ഹൈറ്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ തീറ്റയ്ക്ക് നമ്മളൊരു വാല്യൂ കൊടുത്തേക്കാം. തീറ്റയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് എന്ത് ചെയ്യുക, ഇവിടെ ഹൈറ്റ് മാക്സിമം ആവുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് തീറ്റയ്ക്ക് ഞാനൊരു 90 ഡിഗ്രി കൊടുത്തേക്കുക. അപ്പോ സൈൻ 90 എന്ന് പറഞ്ഞാല് 1 അല്ലേ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി കൊടുക്കാം. ഇവിടെ നമ്മൾ കൊടുക്കാൻ പോണത് തീറ്റയ്ക്ക് 90 ഡിഗ്രി കൊടുത്ത്, അപ്പം സൈൻ 90 എന്ന് പറയുന്നത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 അല്ലേ. അങ്ങനെ ആണെങ്കിൽ ഇവിടെ എച്ച് എന്ന് പറഞ്ഞത് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ, യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g എന്നല്ലേ എഴുതാൻ പറ്റുക. യു സ്ക്വയർ ഇൻറ്റു സൈൻ 90 ആണ് 1. അപ്പൊ യു സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഹൈറ്റ് കിട്ടിയല്ലോ, എന്താണ് ഹൈറ്റ് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, എന്ത് ഹൈറ്റ് ആണ് കിട്ടിയത്, ഓക്കെ സൈൻ്റെ തീറ്റിനെ വഴി 90 ആയപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം ഹൈറ്റ് അല്ലേ കിട്ടിയത്, അതായത് എച്ച് മാക്സിമം. ഓക്കെ, അപ്പൊ മാക്സിമം ഹൈറ്റ്, അപ്പോൾ ഒരു പ്രൊജക്റ്റിലിന്റെ മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമുക്കിപ്പം കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്, മാക്സിമം ഹൈറ്റ് ഓഫ് പ്രൊജക്റ്റിൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, എച്ച് മാക്സിമം ഇസ് യു സ്ക്വയർ ബൈ 2g. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഓക്കെ, അതിന് എന്ത് ചെയ്യാം, തീറ്റന്റെ വാല്യൂ 90 ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആംബിൾ ആണ് എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടുന്നത്. ക്ലിയർ, അപ്പൊ അത് മനസ്സിലായോ. അപ്പൊ അവിടെ കിട്ടുന്ന ഹൈറ്റ് പറഞ്ഞാൽ തീറ്റ പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മാക്സിമം ഹൈറ്റ് ഓഫ് പ്രൊജക്റ്റൈൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇത് എല്ലാവർക്കും ക്ലിയർ ആവാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാക്സിമം ഹൈറ്റ് ഓഫ് പ്രൊജക്റ്റൈൽ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക്
ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റിൽ പഠിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്റ്റിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇനി നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്റ്റിൽ കേട്ടോ. ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്റ്റിൽ ആദ്യം പഠിക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റിൽ പഠിക്കും. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ കഴിച്ച പ്രൊജക്റ്റിന്റെ ഡയഗ്രാം നമുക്കറിയാലോ. ഇതാണ് ഡയഗ്രാം. ഓക്കെ, ആ ഡയഗ്രാം പ്രകാരം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതിലെ ആക്സലേഷൻ തന്നെ വെർട്ടിക്കൽ മോഷൻ ആകുമ്പോൾ ആക്സലേഷന്റെ വാല്യൂ -g തന്നെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇവിടെ u എന്ന് പറയുന്നത് എന്താ, u സൈൻ തീറ്റ. ക്ലിയർ ആണല്ലോ, അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഉള്ള എസ് എന്ന് എന്ത് ചെയ്യുക, ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുക 0 ആക്കി. ഓക്കെ, നമ്മൾ എഴുതിയ മാറിപ്പോയിട്ടുണ്ട്. ടൈം ഓഫ്, ഒരു മിനിറ്റ്, നമുക്ക് അടുത്ത സൈഡിലേക്ക് ചെയ്താം. ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ യു എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, യു സൈൻ തീറ്റ ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഇവിടെ -g ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇവിടെ ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈം ഉണ്ടാവും. ആ ടൈമിന് നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കാം. എങ്ങനെ, ക്യാപിറ്റൽ ടി എന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമല്ലോ, അതാണ് എസ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ആണ് എസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ നിന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്റ്റിൽ, ഒരു പ്രൊജക്റ്റിൽ എന്ത് ചെയ്യുക, ടൈം ഓഫ് ഫ്ലൈറ്റിലെ എത്ര സമയം കൊണ്ട് എന്ത് ചെയ്യുക, പ്രൊജക്റ്റിൽ അവിടെ എത്തും എന്നാണ് കാണുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൽ എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കാൻ എടുത്ത സമയമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അതിനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാം. അപ്പൊ എന്താ പറയുക, ടൈം ഓഫ് ഫ്ലൈറ്റിന് ഏറ്റവും നമ്മളൊരു പ്രൊജക്റ്റിൽ എറിഞ്ഞിട്ട് അതിന്റെ അവസാനം നമ്മൾ അവിടെ എത്താൻ എത്ര സമയം എടുക്കും എന്നുള്ളത് കാണാനാണ് പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യാണ്. S is equal to ut plus half at square. Okay, S is equal to ut plus half at square. ഓക്കെ, ഒരു വെർട്ടിക്കൽ മോഷൻ ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന എസ് എന്ന് പറഞ്ഞാൽ h ആയിരിക്കും, അതായത് മാക്സിമം ഹൈറ്റ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എസിനെ നമുക്ക് 0 എന്ന് കൊടുക്കാം. ഓക്കെ, S 0 ആകുമ്പോൾ നമുക്ക് എന്താ പറ്റും, u എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, u സൈൻ തീറ്റ. ടിക്ക് എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ടി കൊടുത്തു, പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷന് വേണ്ടിയിട്ട് എന്താ കൊടുത്തേ, -g അല്ലേ, -g ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, യു സൈൻ തീറ്റ ടി പ്ലസ് അല്ല മൈനസ് വരില്ലേ, ഇങ്ങോട്ട് വരുമ്പോ -half ഇൻറ്റു gt സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് വെട്ടിപ്പോകാനുള്ള കാര്യങ്ങളൊക്കെ വെട്ടിപ്പോവുക. നമുക്ക് ഇവിടെ ഈ ടി സ്ക്വയറും ടിയും തമ്മിൽ വെട്ടിപ്പോകാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ എഴുതാൻ പറ്റും, യു സൈൻ തീറ്റ ഈക്വൽ ടു ഹാഫ് ജി ടി. യു സൈൻ തീറ്റ ഈക്വൽ ടു ഹാഫ് ജി ടി. ഓക്കെ, അതിൽ നിന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ വേണ്ടി ടി എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ടിക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുവരികയാണെങ്കിൽ ടി ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു 2, ആ 1/2 ഇങ്ങോട്ട് വിടുക, ബൈ ജി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഒന്ന് റീ അറേഞ്ച് ചെയ്യാം. അപ്പം ടൈം പീരീഡ് കാണാൻ ഇക്വേഷൻ, ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ വേണ്ടി ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. എന്താണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് പ്രൊജക്റ്റിൽ കാണാൻ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എത്ര ആംഗിൾ ആണ് വസ്തു എറിഞ്ഞെന്ന് കൊടുക്കുക, പിന്നെ ജിയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കിട്ടും. ക്ലിയർ. അപ്പൊ എത്ര സമയം കൊണ്ടാണ് ഒരു വസ്തു സഞ്ചരിച്ചെന്ന് കിട്ടും. യു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി കൂടിയാണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിലെ ഹൊറിസോണ്ടൽ റേഞ്ച് ആദ്യം കാണാം. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് രണ്ട് മോഷൻ നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്തത്. ഈ കേസിൽ നമ്മൾ എടുക്കുന്നത് ഹൊറിസോണ്ടൽ മോഷനാണ്. ഓക്കെ, കൺസിഡർ ദ ഹൊറിസോണ്ടൽ മോഷൻ ഓഫ് എ പ്രൊജക്റ്റ് അല്ലേ. ഇപ്പോൾ
നമുക്കറിയാം ഹൊറിസോണ്ടൽ മോഷൻ ആകുമ്പോൾ യുവിന്റെ വാല്യൂ യു കോസ് തീറ്റ ആണ് അല്ലെ. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ട് കമ്പോണന്റ് ഉണ്ട് അല്ലെ, യു വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ. അപ്പോൾ നമ്മളിവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ ആണ് യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു വസ്തു പ്രൊജക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിനൊരു ഗിവൺ വെലോസിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റി പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, അത്രയും കാര്യങ്ങൾ അറിയാം. ഓക്കെ, ഇവിടെ ഉള്ള വെലോസിറ്റി എന്ന് പറയുന്നത് യു കോസ് തീറ്റ അല്ലേ. ഓക്കെ, യു കോസ് തീറ്റ. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ടൈം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി ആണ് അല്ലേ. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണാം? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു ടി ആർ. നമുക്ക് ഇങ്ങനെ എഴുതാം, യു കോസ് തീറ്റ ഇൻറ്റു ടി. എന്താണ് യു കോസ്? ഒരു മിനിറ്റ്, ഒന്നും കൂടി നല്ല വൃത്തിയിൽ എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് യു കോസ് തീറ്റ ഇൻറ്റു ടി. ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടി അറിയാം. ഇവിടെ നിന്നാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അതായത് മാക്സിമം റേഞ്ച് ആയിട്ട് കണക്കാക്കാം. ഇവിടെ നിന്നാണ് ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞാൽ മാക്സിമം റേഞ്ച് ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അതായത് എസിന് നമ്മൾ എന്ത് ചെയ്യാം? ആറിന് എഴുതാൻ പറ്റും റേഞ്ചിൽ. ഓക്കെ, അപ്പം ആർ ഇസ് ഇക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി. ആർ ഇസ് ഇക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ടിക്ക് ഒരു ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷനിൽ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാം. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഓക്കെ, അപ്പൊ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഇല്ലേ, എന്തേനി? ഓക്കെ, ഇതാ ടി ഇസിക്കൽ ടു 2u സൈൻ തീറ്റ ബൈ ജി അല്ലേ. ടി ഇസിക്കൽ ടു 2u സൈൻ തീറ്റ ബൈ ജി എഴുതാം. അപ്പൊ ടി ഇവിടെ ടി ഇസിക്കൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ ടീന്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കാം. അപ്പൊ എന്താണ് വരിക? അപ്പം ആർ ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടീന് വരായിട്ട് 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് റീ അറേഞ്ച് ചെയ്യാം. യു ഉണ്ട്, അതിന് എന്ത് ചെയ്യാം? യു സ്ക്വയർ ആയിരിക്കും അല്ലേ. അപ്പൊ അതെങ്ങനെ ചെയ്താ? അപ്പൊ നമ്മൾ ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ, പിന്നെ എന്ത് ചെയ്യാം? 2 ഉണ്ട്, അപ്പൊ 2 ആദ്യം 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി. അതെ, ആർ ഇസ് യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി എന്നിട്ട്. ഓക്കെ, നമുക്കറിയാം 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റ എന്നാണ്. എന്താണ് നമുക്ക് ഇവിടെ ചെയ്താ? അതായത് ഈ ഒരു ക്വാണ്ടിറ്റി ഇല്ലേ, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നതിനാണ് എന്ത് ചെയ്യുക? സൈൻ 2 തീറ്റ. അപ്പോൾ ഒരു ട്രിഗണോമെട്രിക് റിലേഷൻ ആണ്. ആ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഞ്ച് എന്താ വരിക? റേഞ്ച് ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. എന്താ വരിക? യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, ഇപ്പോ നമ്മള് ഈ തീറ്റയ്ക്ക് ഒരു വാല്യൂ കൊടുക്കണം. ആ തീറ്റയ്ക്ക് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതായത് മാക്സിമം റേഞ്ച് കിട്ടണം അല്ലെ. മാക്സിമം റേഞ്ച് കിട്ടണം പ്രൊജക്ട് ചെയ്ത്. ഓക്കെ, അപ്പോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്നുള്ളതിൽ തീറ്റയ്ക്ക് എന്നുള്ളതുണ്ടാവില്ല, ആ തീറ്റയ്ക്ക് ഒരു വാല്യൂ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഞാനൊരു തീറ്റയ്ക്ക് ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ ഇങ്ങനെ എഴുതാം. എക്സാമ്പിൾ നമ്മൾ അത് മാത്രം ഒന്ന് പുറത്തേക്ക് എടുത്ത് എഴുതാം. ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഞാൻ തീറ്റയ്ക്ക് എന്ത് ചെയ്യാം? ഒരു വാല്യൂ എടുക്കണം. അപ്പൊ തീറ്റ അപ്പൊ 2 തീറ്റ അല്ലേ, 2 തീറ്റയ്ക്ക് നമ്മൾ 90 ഡിഗ്രി കൊടുത്തു വെച്ചോ. ഓക്കെ, 2 തീറ്റ 90. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും?
45 ഡിഗ്രി, അതായത് 90/2 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം ക്ലിയർ ആണല്ലോ. അപ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ, അതായത് തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ സൈൻ 90 അല്ലേ, സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പം ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ആയിരിക്കും. ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ തീറ്റേന്റെ വാല്യൂ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തീറ്റേന്റെ വാല്യൂ എന്ത് ചെയ്യാം, തീറ്റ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി അല്ലേ. ഓക്കെ, അപ്പോൾ തീറ്റാന്റെ വാല്യൂ, അതായത് ആംഗിൾ 45 ഡിഗ്രിയിലാണ് നമ്മൾ ഈ ഒരു സാധനം എറിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ അല്ല, സോറി, ഇവിടെ ആർ ആണ്. ഓക്കെ, അപ്പോൾ ആർ ഇസ് യു സ്ക്വയർ ബൈ ജി. ഓക്കെ, അപ്പോൾ ഒരു സാധനം എന്ത് ചെയ്യാം, ഒരു വസ്തു നമ്മൾ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ 45 ഡിഗ്രിയിലാണ് എറിയാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്ത് ചെയ്യാം, അവിടെ മാക്സിമം റേഞ്ച് കിട്ടുക. ഓക്കെ, മാക്സിമം റേഞ്ച് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്ര കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ. ഒരു വട്ടം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഈ 3 കാര്യം ഇപ്പം പറഞ്ഞ പ്രൊജക്റ്റൈൽ മോഷൻ എന്നുള്ള ഭാഗം ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ പഠിക്കുക. മാക്സിമം ഹൈറ്റ് ഓഫ് പ്രൊജക്റ്റൈൽ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് പ്രൊജക്റ്റൈൽ ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റൈൽ. ആ 3 കാര്യങ്ങൾ പഠിക്കുക നിർബന്ധമായിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കാണും. അതുവരെ ഗുഡ് ബൈ.